കേരളത്തിലെ കാലാവസ്ഥയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ കോവലും തപ്പി ഇറങ്ങി അവസാനം എത്തിപ്പെട്ടത് കമ്പത്താണ് കേട്ടോ. അതെ, ഇതൊക്കെ നമ്മൾ കടയിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ സീഡ്ലിങ്സ് മേടിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. നോക്കിയേ, ഇതിന്റെ ലെങ്ത് ഒക്കെ നോക്കിയേ, അടിപൊളി വെറൈറ്റി ആണ്, നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആണ് കേട്ടോ. കോവന്റെ സെയിം വെറൈറ്റി ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൃഷി ചെയ്യേണ്ടിരുന്നതാണ്. പക്ഷെ എല്ലാവർക്കും കൊടുത്തു വന്നപ്പോൾ അത് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം അതൊക്കെ പുതിയൊരു അപ്ഡേഷൻ വന്നെന്ന് അറിഞ്ഞിട്ടാണ് പ്രധാനമായിട്ട് ഞാനിവിടെ തേടി വന്നിരിക്കുന്നത്. നമ്മുടെ അവിടുന്ന് ഒരു 200 കിലോമീറ്ററോളം താണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം 1000 ചോട് കമ്പാണ് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ എല്ലായിടത്തും ഇത് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കോവലിന്റെ നേഴ്സറിയാണ്. ഏറ്റവും നീളമുള്ള ടൈപ്പ് കോവലാണ് കേട്ടോ. ഇവര് പല രീതിക്ക് ഇങ്ങനെ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വനിതകളാണ് പ്രധാനമായിട്ട് ഇവിടെ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ 1000 പീസാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മുള വന്ന വെറൈറ്റിയാണ് കൊണ്ടുപോകണ കേട്ടാ. ഒരു 30 എണ്ണം വെച്ചാൽ നമ്മൾ എടുക്കണേ, വണ്ടിയായിട്ട് കയറ്റിയാണ്. കോവലിന്റെ കൃഷിയിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടിങ് സ്റ്റേ കേട്ടാ. ഇപ്പറ നോക്കിയാൽ ഇപ്പറ അടിപൊളി മുന്തിരിയാണ് ഇവിടെ കൃഷി ആയിരിക്കുന്നത്. മുന്തിരി ഇപ്പൊ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പറേ കോവലും കൃഷി ആയിരിക്കുകയാണ്. കമ്പത്ത് ഏറ്റവും കൂടുതലുള്ള മുന്തിരിയും കോവലിന്റെ കൃഷിയാണ്. കോവൽ കണ്ടാ 2 ആഴ്ച പിന്നിട്ടാണ്. ഇതിപ്പോ 1 ഏക്കർ സ്ഥലത്താണ് ഇവിടെ കോവൽ കൃഷി ഇരിക്കുന്നത്. ഇവിടെ പന്തലിട്ടിരിക്കുന്നത് കല്ലുകൊണ്ടാണ് കേട്ടോ. 3 മീറ്റർ ഡിസ്റ്റൻസില് മിഷനറി കയറി ഇവിടെ പാത്തിയൊക്കെ ക്ലീൻ ആക്കാൻ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മുടെയൊക്കെ നെറ്റിന് പകരം ഇവിടെ കമ്പിയാണ് ഓടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കന്യാലുണ്ട്. കറക്റ്റായിട്ട് നിന്ന് ഒരാൾക്ക് വിളവെടുക്കാൻ രീതിയിലുള്ള സമയമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ ഇറിഗേഷൻ നോക്കിയാൽ ഇവിടെ ട്രിപ്പ് ഇറിഗേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെ, കോവൽ തമ്മിലേക്ക് ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കോവൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ വേനൽക്കാലമാണ് ഏറ്റവും നല്ലത്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ വരെ അടിപൊളിയായിട്ട് കോവൽ കൃഷി ചെയ്യാൻ നല്ല വിളവായിരിക്കും. മഴക്കാലത്ത് ഇച്ചിരി ഈൽഡ് കുറവായിരിക്കും മാത്രം. பதியம் வச்சு 30 நாள் கழித்து பந்தலில் மடங்கி ஆரம்ப டேஜ் ஆயிரும். காய் பிடுங்கலாம். 45-70 நாளுக்குள்ளே காய் ஈல்டு കൂടുതലാണ് വരും. അവിടെ കോവല് നട്ട് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഇവിടെ പക്ഷേ ഈൽഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണ് കേട്ടോ. നോക്കിയേ, ഇവിടെ അടിപൊളിയായിട്ട് ഇപ്പൊ വിളവെടുത്തോണ്ടിരിക്കണേ. നമ്മളെ കേരളത്തില് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോഴിവളമാണ്. പക്ഷെ തമിഴ്നാട്ടിലായിട്ടും സേലത്തൊക്കെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളം ചാണകമാണ് കേട്ടോ. ഇത് കണ്ടാ, അതെ ഇവിടെ പ്രധാന വളം ഇതാണ് അല്ലേ. നല്ല ഈൽഡ് കിട്ടും ചാണകം കിട്ടുന്നത്. അതല്ല ഇവിടെ എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. എന്നിട്ട് ഏക്കറിൽ എന്നാ വിളവ് കിട്ടുമെന്ന്? ഏക്കറിൽ ആദ്യം 30 കിലോ 40 കിലോ വരും. രണ്ടാമത്തെ 50-60, മൂന്നാമത്തെ 100-200 അങ്ങനെ കൂടിക്കൊണ്ടേ വരും. ഇന്ന് കേരളത്തിലെ കോവലിന്റെ റേറ്റ് എന്ന് വെച്ചാൽ 60 രൂപയ്ക്ക് മേലാണ് വില. അപ്പൊ കേരളത്തില് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഇപ്പൊ സ്കൂളിലൊക്കെ പിള്ളേർ കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോവക്കയാണ്. കേരളത്തിലൊക്കെ കൊണ്ടുള്ള കോവൽ തൈ കംപ്ലീറ്റ് പാക്ക് വെച്ചിരിക്കട്ടെ. ഇവിടെ കമ്പത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ നഴ്സറി ഉണ്ടോ? ഇല്ല, കമ്പത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഓ ശരി ശരി.